ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ മന്തി ട്രൈ ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ടൈം വീട്ടിൽ ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. എത്രയാണോ റൈസ് വേണ്ടത് അത്രയും റൈസ് എടുക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഇരട്ടി വെള്ളം എടുക്കണം. ഞാനിവിടെ ബസ്മതി ഗോൾഡ് റൈസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇരട്ടി വെള്ളം എടുത്തിട്ട് ഹാഫ് വേവ് വരെ വേവിച്ചാൽ മതി കേട്ടോ. അത് കഴിഞ്ഞ് മാറ്റി ഊറ്റി വെക്കണേ. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കണം, കാരണം അത് വിട്ട് വിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒട്ടി പോവാൻ ചാൻസ് ഉണ്ട് റൈസ് എല്ലാം. അതിലേക്ക് നമ്മൾ ഈ കാണുന്ന ഗ്രാമ്പൂ, പട്ട, ഏലക്ക, അതുപോലെ തന്നെ ഉണക്ക നാരങ്ങ, കുരുമുളകെല്ലാം ഇടണം. ഞാൻ പട്ട ഇടുന്ന കാണിക്കാൻ മറന്നു പോയി കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ റൈസ് ഇടണം. റൈസ് ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് വേണം ഇളക്കി ഒരു ഹാഫ് വേവ് ആകുമ്പോൾ എടുത്ത് മാറ്റി ഊറ്റി വെക്കണം. എന്നിട്ട് ദം ഇടാനായിട്ട് ഒരു കുക്കറിൽ 2 മാഗി ക്യൂബ്, ഏലക്ക, പട്ട, കുരുമുളക്, അതുപോലെ തന്നെ ഗ്രാമ്പു ഇതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ചെറിയ ജീരകം, വലിയ ജീരകം, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, കുറച്ച് ഞാൻ റെഡ് കളറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്, ചെറിയൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട്. ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം മാഗി ക്യൂബിൽ ഉപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് മാഗി ക്യൂബും എല്ലാ മസാലയും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ചിക്കൻ ഇടുക. ഞാൻ ഇവിടെ കുറച്ച് ചിക്കൻ എടുക്കുന്നുള്ളൂ, കാരണം ഞാൻ അൽഫാം സെപ്പറേറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് പോസ്റ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ വെക്കുക, അടിയിലിങ്ങനെ നല്ല സെറ്റാക്കിയിട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം, കാരണം അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഹാഫ് വേവ് ആയിട്ടുള്ള റൈസ് ഇട്ട് ലെവൽ ചെയ്ത് കൊടുക്കണം. ഹാഫ് വേവേ പാടുള്ളൂ കേട്ടോ, ഫുൾ വേവ് പാടില്ല. എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണത്. എന്നിട്ട് നന്നായിട്ട് ലെവൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ദമ്മിടാൻ പോവാണ്. ദമ്മിടാൻ വേണ്ടിയിട്ട് ഞാൻ ചിരട്ടയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ചിരട്ട കരിച്ച് എടുത്തിട്ടുള്ളതാണ്. അതൊരു ചെറിയ പാത്രത്തിലാക്കിയിട്ട് സെൻറ്ററിൽ വെച്ച് കൊടുത്തു. എന്നിട്ടൊരു 3 മുളക് സെൻറ്ററിൽ ജസ്റ്റ് ഒന്ന് കീറിയിട്ട് അതും വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് സൈഡ് കൂടെ കുറച്ച് മഞ്ഞൾ വെള്ളത്തിൽ കലക്കിയതും കൂടി ഒഴിച്ച് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ ആ ഒരു മഞ്ഞ കളറൊക്കെ താഴത്തേക്ക് ഇറങ്ങും, അതിൻ്റെ ഒരു ടേസ്റ്റും അതിൻ്റെ ഒരു ഇതൊക്കെ വരും. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് പുകയ്ക്കണം. അത് പുകയ്ക്കാൻ വേണ്ടിയിട്ട് ആ കനലിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക, ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പം തന്നെ നമ്മൾ ക്ലോസ് ചെയ്തിട്ട് ഒരേ ഒരു വിസിൽ, ആ ഒരു വിസിൽ കഴിയുമ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള മന്തി റെഡിയാവും. ഇത് ഭയങ്കര ഈസി റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ.